ഒരു മാസത്തിനുള്ളിൽ ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കള്ളന്മാരെയും അകത്താക്കുമെന്ന് ഹൈക്കോടതി തന്നെ തീരുമാനിച്ചിരിക്കുന്നു, സമയവും നൽകിയിരിക്കുന്നു. ഒപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ കേസിലേക്ക് കടന്നു വരികയാണ്. എല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ട് എന്ന് പറയുന്ന പരസ്യവാചകം പോലെ പിണറായി വിജയൻ്റെ ഭരണം അവസാനിക്കാനുള്ള കാരണവും ഇതാ വന്നു കഴിഞ്ഞു. ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാരണം ഏത് എന്നറിയാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ശബരിമലയിലെ സ്വർണ്ണമോഷണം തന്നെയാണ് ആ കാരണം. അത് ശബരിമലയിൽ നിന്നുള്ള മോഷണം എന്നുള്ളതിനപ്പുറം ഒരു സർക്കാരിനെ വിശ്വസിച്ചേൽപ്പിച്ച വിശ്വാസികളെ, അതേതു മതമായാലും അവരോട് ചെയ്ത വിശ്വാസ വഞ്ചന ഇനി എത്ര കാരണങ്ങൾ കൊണ്ട് പകരം വച്ചാലും അത് വഞ്ചനയാകാതിരിക്കില്ല. പറഞ്ഞു വരുന്നത് CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരും ഇപ്പോൾ കാണുന്നതിനേക്കാളും അതിഭീകരമായ തരത്തിൽ ശബരിമല വിഷയത്തിൽ കുടുങ്ങാൻ പോവുകയാണ്. അതിൻ്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് ഹൈക്കോടതി ഇന്ന് ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കാലാവധി 1 മാസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. ഇതുവരെ ഉണ്ടായ ഓരോ അറസ്റ്റുകളും നോക്കുമ്പോൾ ഉന്നതരുടെ പങ്ക് വളരെ വ്യക്തമാകുകയും ഭരിക്കുന്നവർ നേരിട്ട് സ്വർണം മോഷ്ടിക്കുകയും ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഹൈക്കോടതി വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കുടുങ്ങാൻ പോകുന്ന പ്രമുഖരുടെ സൂചനയും കോടതിക്ക് കിട്ടിയിരിക്കുകയാണ്. അതോടുകൂടി ഇപ്പോൾ നിർത്തണ്ട എന്നും 1 മാസം കൂടി അന്വേഷണ കാലാവധി നീട്ടി നൽകാൻ ജസ്റ്റിസുമാരായ A. രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT 3ാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ CPM-ൻ്റെ മുൻ MLA A. പത്മകുമാർ, അതുപോലെ CPM-ൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ N. വാസു എന്നിവരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമടക്കം 6 പേർ നിലവിൽ ജയിലിൽ കഴിയുകയാണ്. ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടെ ഇനിയും കുറച്ചു സമയം വേണമെന്ന് കോടതിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു. നേരത്തെ 7 ആഴ്ചകൾക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. എന്നാൽ അന്വേഷണം വിപുലമാകുകയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം ഉള്ളിൽ കിടക്കുകയും ചെയ്തതോടെ കൂടുതൽ ഉന്നതതല ഇടപെടലുകൾ, അതും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്നും SIT പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 1 മാസത്തെ സമയം കൂടി ഹൈക്കോടതി നീട്ടി നൽകിയിരിക്കുന്നത്. അതോടെ ഇനി കുടുങ്ങാൻ പോകുന്ന പ്രമുഖർക്ക്, പ്രത്യേകിച്ച് ഒരു ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരുടെ നെഞ്ച് പിടച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ EDയും ഇതാ ആ കേസിലേക്ക് എൻട്രി ആവുകയാണ്. CPM-ൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ള കേസിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി FIR അടക്കമുള്ളവയുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ED നേരത്തെ തന്നെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. എങ്കിലും ഇത് അനുവദിച്ചില്ല കോടതി. ഇതോടെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തങ്ങൾ തടഞ്ഞിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കിയതോടെ ആ രേഖകളുടെയെല്ലാം അടിസ്ഥാനത്തിൽ ED വൈകാതെ ECIR അഥവാ എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുകയാണ്. ED വന്നാൽ കള്ളപ്പണത്തിൻ്റെ കാര്യമാണ് അന്വേഷിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചോ എന്നാണ് ED അന്വേഷിച്ച് കണ്ടെത്തുക. ED പലയിടത്തും പിണറായി വിജയൻ്റെ കേസ് അട്ടിമറിച്ചു എന്നുള്ളൊരു പരാതി വ്യാപകമായി കേരളത്തിലുണ്ടെങ്കിലും ഇതിലത് നടക്കില്ല എന്നുള്ളത് പ്രതിപക്ഷം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കോടതിയുടെ വ്യക്തമായ മേൽനോട്ടത്തിലും അതിനു പുറമെ ഓരോ കാര്യവും പ്രതിപക്ഷത്തിൻ്റെയും കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെയും നിരീക്ഷണത്തിലും നടക്കുന്നതുകൊണ്ട് EDയും അന്വേഷണം കടുപ്പിക്കുമെന്നും CPM-ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അട്ടിമറിയൊന്നും ഇതിൽ നടക്കില്ല എന്നുറപ്പായതോടെ മുഖ്യമന്ത്രിക്കും അതുപോലെ CPM കേന്ദ്രങ്ങളിലും അപകടം ഉറപ്പിച്ചിരിക്കുകയാണ്.